ഹലോ, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ വകയാണെന്ന് സ്പെഷ്യൽ കറി കേട്ടോ. സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞാൽ ബീഫ് കറിയാണ് വെക്കണേ. അപ്പം അതിൻ്റെ ഉള്ളിയൊക്കെ നന്നാക്കുന്ന പരിപാടി എനിക്കാട്ടോ തന്നെ. ഉള്ളി നന്നാക്കി എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയപ്പം പിന്നെ അമ്മ കൂടി സഹായിച്ചപ്പോഴാണ് അതൊന്ന് കംപ്ലീറ്റ് ആയത്. ഒരു 1/2 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കിലോ ഉള്ളിയാണ് നന്നാക്കാണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അച്ഛനാണ് മസാലയും കാര്യങ്ങളൊക്കെ അച്ഛനാണ് ചെയ്തത് കേട്ടോ. അച്ഛൻ്റെ റെസിപ്പിയാണ്. അപ്പം അച്ഛൻ വേവിക്കുന്ന സമയത്ത് എന്താ പറയുക, എല്ലാം കൂടി ഉള്ളിൽ കുക്കറിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക ചെയ്യാറ്. ഇങ്ങനെ ഓരോന്ന് വാട്ടിയൊന്നും എടുക്കില്ല, ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ അതാ പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ നന്നാക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ ഈ 2 ആൾക്കാർ പുറത്ത് തന്നെയാണ് കേട്ടോ. പൂച്ച അതിൽ തുറന്ന കണ്ണ് വെച്ചാലും അത് കയറും. പുറത്ത് നല്ല മഴയാണ്, രാവിലെ തൊട്ടേ നല്ല മഴയാട്ടോ. അങ്ങനെ മോൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം മോനെ നോക്കാനാണ് അച്ഛമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത്. അച്ഛമ്മയ്ക്ക് അവിടെ ഓനാണെങ്കിൽ ഫാന് വേണം, അച്ഛമ്മയ്ക്കാണെങ്കിൽ ഫാന് പറ്റില്ല. അപ്പം ഓനെ നോക്കും ചെയ്യുക. അപ്പം ഉറങ്ങി പെട്ടെന്ന് എണീച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പം ചില സമയത്ത് ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് തന്നെ എണീറ്റിങ്ങോട്ട് പോരും. അപ്പം അത് പേടിച്ചിട്ട് അച്ഛമ്മ നോക്കി നിൽക്കുകയാണേ. അപ്പോഴാണ് ഞാൻ ഉപ്പിലിട്ട മാങ്ങേൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ ഞാൻ അതൊരു മാങ്ങ കഷ്ണം എടുത്തിട്ടോ. കറക്റ്റ് പാകത്തിനായി ഉപ്പും കറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം എടുത്ത് കഴിച്ച് അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.